എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം തൻ്റെ പങ്കാളി മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്ന് പരാതിയുള്ള ആളുകളെ കാണാം. ചില ഭാര്യമാർ പറയാറുണ്ട്, ഞാൻ അയാളെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഒട്ടും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, അയാൾക്ക് എൻ്റെ സ്നേഹം മനസ്സിലാകുന്നില്ല. ചില ഭർത്താക്കന്മാർ പറയുന്നതാണ്, ഞാൻ എന്തുമാത്രം എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവൾ അതെന്താ തിരിച്ചറിയാത്തത്, അവൾക്ക് എൻ്റെ കാശേ വേണ്ടുള്ളൂ, എൻ്റെ അധ്വാനമേ വേണ്ടുള്ളൂ, എന്നെ വേണ്ട. ആളുകൾ പല രീതിയിലാണ്, ആളുകളുടെ സ്നേഹങ്ങളും പല രീതിയിലാണ്. ഈ സ്നേഹത്തിൻ്റെ ഭാഷയും ആളുകളുടെ ഈ കൈൻഡ്സുകളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യത്തിൽ ഇത്തരം പരാതികളും പരിഭവങ്ങളും മാറ്റാൻ കഴിയും. നമ്മുടെ പങ്കാളിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കേണ്ടത്, ആ പങ്കാളിയുടെ സ്വഭാവവും സ്നേഹഭാഷയും തിരിച്ചറിഞ്ഞൊന്ന് സ്നേഹിച്ചു നോക്ക്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ഭയങ്കര സംതൃപ്തനായിരിക്കും. ഇനി ഇത്രയും സ്നേഹം കൊണ്ട് മൂടാണോ. ചില ആളുകൾക്ക് സ്നേഹിച്ചാൽ മനസ്സിലാവില്ല ഇത് സ്നേഹമാണ് എന്നുള്ളത്. ചില ആളുകൾക്ക് സ്നേഹിക്കാൻ അറിയില്ല, എങ്ങനെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല. ചില ആളുകൾ സ്നേഹിക്കില്ല, അറിയാമോ അയാൾക്ക് ഇത് സ്നേഹമാണെന്നറിയാം, ഇത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നുണ്ടെന്നറിയാം, പക്ഷെ അങ്ങോട്ട് സ്നേഹിക്കില്ല. ഇങ്ങനെ പല രീതിയിൽ ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ രീതി എന്താണ്, തൻ്റെ പങ്കാളി ഇതിൽ ഏത് രീതിയിലാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സ്നേഹിക്കാനും ആ സ്നേഹം അവരെ ബോധ്യപ്പെടുത്താനും കഴിയും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഏത് രീതിയിലുള്ള കൗൺസിലിംഗ് ആണെങ്കിലും, ഇസ്ലാമിക് കൗൺസിലിംഗ് ആണോ അതല്ല മറ്റു സാധാരണ കൗൺസിലിംഗ് ആണോ, നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിഹാരം കാണാം. ഇനിയിപ്പോൾ നേരിട്ട് വരാൻ, ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരുപാട് ദൂര നാട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യം വിളിക്കുന്നെങ്കിൽ നമുക്ക് ടെലിഫോൺ കൗൺസിലിംഗ് ഉണ്ട്, വീഡിയോ കൗൺസിലിംഗ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ഉള്ള ജീവിതം വളരെ ചെറുതാണ്, അത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം.